നമസ്കാരം, ഞാൻ ശില്പ ഗോവർദ്ധൻ. നമ്മളുടെ മുന്നിലേക്ക് ഒരു കഴുകനും ഒരു പ്രാവും പറന്ന് വന്നിരിക്കുന്നതായിട്ടൊന്ന് സങ്കല്പിക്കുക. നമ്മുടെ കയ്യിൽ ഭക്ഷണമുണ്ട്. നമ്മൾ ആർക്കായിരിക്കും ആദ്യം ഓട്ടുക? നമ്മളെ ഒന്നും ഉപദ്രവിക്കാൻ സാധ്യതയില്ലാത്ത ആ പ്രാവിനല്ലേ? നമ്മൾ ഉപദ്രവിക്കാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ, അപകടമാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ ഊട്ടാൻ നമ്മൾ നിൽക്കാറില്ലല്ലോ. അതിന് ഭക്ഷണം കൊടുത്ത് അതിനെ അടുപ്പിച്ച് കഴിഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും അപകടം സംഭവിക്കുമെന്ന ഭയം കൊണ്ട് നമ്മൾ അതിനെ അകത്ത് നിർത്തുകയായിരിക്കും ചെയ്യുക, അല്ലേ? ഇതേ കാര്യമാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളും. നമ്മൾ ഈ നെഗറ്റീവ് ചിന്തകളെ ഒരുപാട് അങ്ങോട്ട് പ്രോത്സാഹിപ്പിച്ച് ഒരുപാട് ഊട്ടി വളർത്തി കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് വലിയ അപകടം ഉണ്ടാക്കും കേട്ടോ. സത്യത്തിൽ ആ പോസിറ്റീവ് കാര്യത്തിലോട്ട് നമ്മുടെ മനസ്സിനെ അപ്പോഴേ സ്വിച്ച് ചെയ്ത് വിടണം. ഒരുപാട് ആളുകളിൽ ഈ ഓവർ തിങ്കിങ് വന്നിട്ട് ഒരു രക്ഷയുമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്ന നിറയെ കോൾസ് എനിക്ക് വരാറുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് എടുക്കണം, ഒരു കൗൺസിലിംഗ് വേണം, അല്ലെങ്കിൽ ഒരു ഡോക്ടറുടെ ഒരു ഹെൽപ്പ് വേണം എന്ന് തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും അത് എടുക്കണം. ഈ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയും കൂടി മനസ്സിലാക്കി യോഗ, മെഡിറ്റേഷൻ എന്ത് ചെയ്താലാണോ നമുക്ക് മനസ്സിനൊരു സമാധാനം, സന്തോഷം കിട്ടുന്നതെന്ന് നോക്കിയിട്ട് അത് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും തീരുമാനിക്കണം കേട്ടോ. അല്ലാതെ നമ്മളതിനെ നിരന്തരം മനസ്സിനെ ശ്രദ്ധിക്കാതെ വിട്ട് ഒരു ദിവസം പെട്ടെന്ന് ഡിപ്രഷൻ വരില്ല കേട്ടോ. ഇത് നമ്മൾ ഒരുപാട് കാലം കൊണ്ട് മനസ്സിന് വേണ്ട കാര്യങ്ങൾ നന്മ ചെയ്ത് കൊടുക്കാതെ അല്ലെങ്കിൽ നല്ല കാര്യം ചിന്തിക്കാതെ ഇരുന്നിരുന്ന് സംഭവിക്കുന്നതാണ്. അപ്പോൾ എന്താ വേണ്ടേച്ചാൽ അത് മനസ്സിലാക്കി ആ സമയത്ത് ആക്ട് ചെയ്യണം. അല്ലാതെ ഇത് കൂട്ടി എനിക്കിപ്പോൾ ഡിപ്രഷനാണ്, എനിക്ക് തീരെ പറ്റുന്നില്ല എന്ന രീതിയിലോട്ടൊന്നും മനസ്സിനെ കൈവിട്ട് കളയരുത്.